ഈ ഒരു നാടോടി ജീവിതമായിരുന്നല്ലോ ശരിക്കും സരസ്വതി. ഈ ഒരു നാടോടിയായി നടന്ന് പെട്ടെന്ന് നമ്മളൊരു സിസ്റ്റത്തിലേക്ക് വരികയാണല്ലോ, സ്കൂളിലൊക്കെ പോകുന്നു. അപ്പൊ ഈ സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ ഈ കൂടെയുള്ള സഹപാഠികളൊക്കെ എങ്ങനെയാ നമ്മളെ ഡീൽ ചെയ്ത്? സാറ് സത്യം പറഞ്ഞാൽ ഈ നാടോടി ജീവിതം കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊരു സിസ്റ്റമാറ്റിക് എനിക്ക് പറ്റത്തില്ലായിരുന്നു. ഒരു ഡിസിപ്ലിൻ ആയിട്ടുള്ള ലൈഫില് എനിക്ക് ഒത്തിരി ഞാൻ എന്താ പരാജയപ്പെട്ടു പോയി. കാരണം ഒരു എന്താ പറയുക, ഓടി ചാടി നടന്ന് എന്നെ പിടിച്ചൊരു കൂട്ടിലിട്ട അവസ്ഥയായി പോയി. കാരണം പിന്നീട് ഒരു ഡിസിപ്ലിൻ ആയിട്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം കുട്ടികൾ ഇപ്പോൾ എനിക്ക് ഒന്നാമത്താലും മലയാളം അറിയത്തില്ല, തമിഴ് മാത്രമായിരുന്നു അറിയുന്നത്. അപ്പോൾ പെട്ടെന്ന് സ്കൂളിൽ കൊണ്ട് ചേർത്തപ്പോൾ എനിക്ക് സ്കൂളിൽ പോകാൻ ഒന്നാമത്താലും ഭയങ്കര മടിയായിരുന്നു. പിന്നെ ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ടായിരുന്നു. മറ്റു കുട്ടികൾ എന്ത് പറയുന്നത് എനിക്കറിയത്തില്ല. എന്നെ ചിലപ്പോൾ ബോർഡിന് വിളിച്ച് ഞാൻ എന്നെ ചീത്ത വിളിച്ചു വന്നിട്ട് അവരെ ഉപദ്രവിക്കുമായിരുന്നു. ഉപദ്രവിക്കുന്ന സ്വഭാവം, ദേഷ്യപ്പെടുന്ന സ്വഭാവമൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. ഇപ്പോൾ ടീച്ചേഴ്സിനോടായാലും ഭയങ്കരമായിട്ട് എതിർത്ത് സംസാരിക്കുക. ക്ലാസ്സിൽ പോകുമ്പോൾ ടീച്ചർ പഠിപ്പിക്കും, ഞാൻ തിരിഞ്ഞ് എൻ്റെതായിട്ടുള്ള കുറച്ച് സൈഡ് ബിസിനസ് ഒക്കെ ഉണ്ട്. കാരണം അടുക്കളയിലെ സാധനങ്ങളൊക്കെ സ്കൂളിൽ കൊണ്ടുപോകും. സ്കൂളിൽ പോയിട്ട് അവിടെ കിടന്ന് കിച്ചണിലെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ കുറച്ച് കുരുത്തക്കേടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മമ്മി മമ്മി എന്നാണല്ലോ അവര് വിളിക്കുന്നത്. കുറച്ചു നേരത്തേക്ക് ഞാൻ മമ്മീന്ന് വിളിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇവര് വരുന്ന സമയത്ത് ഈ വാശിയൊക്കെ കൂടുതലായിരുന്നു. ഈ കുട്ടികൾക്ക് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു. ആ പ്രായം അവർക്ക് ഇല്ലല്ലോ. ഇല്ല, സരസു മാത്രം അവളുടെ കാര്യം നോക്കും. മറ്റേ രണ്ട് കുട്ടികളും അവർക്ക് പ്രാഥമിക കാര്യങ്ങളൊന്നും എപ്പം ചെയ്യണം, എവിടെ പോകണം ഒന്നും അറിയത്തില്ല. നടക്കുന്ന നടപ്പിൽ തന്നെ ഒന്നും രണ്ടും എല്ലാം അങ്ങ് വായിക്കും. അങ്ങനെയൊക്കെ ഉള്ള അല്ലേ. സരസുവിനെ എങ്ങനെയാ നിങ്ങളൊരു ഇങ്ങനെ നടന്നൊരു കുട്ടിയല്ലേ? സരസു ആദ്യകാലത്തൊന്നും അധികം സംസാരമില്ല. നമ്മള് സ്കൂളിൽ കൊണ്ടുപോയി മലയാളം അറിയത്തില്ല. അവള് പറയുന്ന ഭാഷ ആദ്യം നമുക്ക് തമിഴ് അറിയാമോ? മനസ്സിലാകും ഒന്നും ഇല്ല പറയുന്നത് മലയാളം കൊഞ്ചം തിരിയുന്നുള്ള അവസ്ഥയായിരുന്നു അല്ലേ? ഓക്കെ. അപ്പം ഇവളെ ഒരിക്കൽ നമ്മള് സ്കൂളിലോട്ട് വിടാനായിട്ട് ബുക്കും ബാഗും എല്ലാം എടുത്ത് നിർത്തും. പക്ഷെ പോകത്തില്ല. ഇങ്ങനെ വാശി മടിയാ. പിന്നെ പതുക്കെ അത് മാറി വന്നു. പിന്നെ ഒരു സിസ്റ്റത്തിലായത് എപ്പോഴാ? സ്കൂളൊരു 2-3 ആഴ്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ആൾ ഓക്കെ ആയി. ഈ വീട്ടിൽ നിന്ന് ഈ നമ്മുടെ ഈ ചാരിറ്റബിൾ സൊസൈറ്റിയിലേക്ക് ഇത് മാറിയതെന്നാ ഇവരുടെ താമസം? ഒരു വർഷം ആയില്ല, അതിനു മുന്നേ മാറി. ജോസ, ഈ അതായത് ഇപ്പം വളരെ ഉത്തരവാദിത്തോടെ 2001 മുതൽ ഇത്രയും കാലം ഇവരുടെ 3 പേരുടെയും കാര്യങ്ങളൊക്കെ നോക്കി ഇയാളെ കല്യാണം കഴിപ്പിച്ച് നിതീഷ് പോലെ ഒരാളിന്റെ കയ്യിൽ പിടിച്ചേൽപ്പിച്ചു. ഒരു സാധാരണ ഉത്തരവാദപ്പെട്ട പിതാവ് ചെയ്യുന്നുള്ള ഒരു ചുമതല താങ്കൾ നിറവേറ്റി. അപ്പൊ ഈ കൈ പിടിച്ച് ഈ നിതീഷിനെ ഏൽപ്പിക്കുന്ന നിമിഷം ജോസ് എന്തിനെ കുറിച്ച് ആലോചിച്ചത്? എൻ്റെ ആദ്യത്തെ മകളുടെ സ്ഥാനമാണ് ഞാൻ സരസുവിന് കൊടുത്തിരിക്കുന്നത്. ഞാൻ ജന്മം നൽകിയില്ലെങ്കിൽ പോലും സരസുവിനെയും സഹോദരങ്ങളെയും വളർത്താനുള്ള ഒരു ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടി. അവരുടെ ജീവിതത്തിലെ നന്മ അത് ഞങ്ങളുടെ ഒരു ഭാഗ്യമായിട്ടാണ് കണക്കാക്കിയത്. വളരെ സന്തോഷത്തോടെ, നിറഞ്ഞ മനസ്സോടെ, തൃപ്തിയോടുകൂടി തന്നെയാണ് അവളെ വിവാഹം കഴിപ്പിച്ചയച്ചത്. അവളുടെ പഠിത്ത പഠന കാര്യങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. അവൾക്ക് ഇപ്പോൾ സ്കൂളിൽ പോകാൻ മടിയൊക്കെ ആയിരുന്നെങ്കിൽ പോലും പിന്നെ നന്നായിട്ട് പഠിച്ചു. അവിടെ കൈയക്ഷരം നല്ല പ്രിന്റ് ചെയ്യുന്ന പോലുള്ള അക്ഷരമാണ് സരസുവിന്റെ. പഠിക്കാൻ മിടുക്കി. 10ാം ക്ലാസ്സിൽ മുഴുവൻ A+, +2-നും നല്ല മികവാർന്ന വിജയം. MSWനും BSWനും ഒക്കെ നല്ല മാർക്കോടുകൂടിയാണ് പാസ്സായത്. പഠിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ സരസുവിനെ കുറിച്ച് നല്ല അഭിപ്രായം. അവൾക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട്. അവിടെ വിഭാഗത്തിന് തന്നെ അവളെ പഠിപ്പിച്ച സാറന്മാരും കൂടെ പഠിച്ച ആളുകളും ഇത്രയും സുഹൃത്തുക്കളെ എങ്ങനെ അവളെ സമ്പാദിച്ചു എന്ന് ഞാൻ അത്ഭുതപ്പെടുകയായിരുന്നു. ധാരാളം സമ്മാനങ്ങൾ കൊണ്ട് അവളെ മൂടുകയായിരുന്ന ആളുകള്. അവർക്ക് ധാരാളം പ്രസന്റേഷനൊക്കെ അവളുടെ സഹപാഠികളും അധ്യാപകരും ഒക്കെ കൊണ്ടു കൊടുത്തപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയി. എന്റെ സ്വന്തം മകൾ ആശമളെ വിവാഹം കഴിച്ചയച്ചപ്പോ പോലും ഇത്രയും സമ്മാനങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അവള് അങ്ങനെ പിൻബലമാണ്. അതെ, തീർച്ചയായിട്ടും മിടുക്കിയാണ്. അപ്പൊ ജീവിതത്തില് IAS പാസ്സാവണമെന്നാണോ ആഗ്രഹം? അതെ, ഞാൻ 2021 എക്സാം എഴുതി, പ്രിലിംസ് എഴുതി. അപ്പൊ എനിക്കത് കിട്ടിയില്ല. അപ്പൊ അതിനുശേഷം ഞാൻ വിചാരിച്ചു, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഫഷൻ സോഷ്യൽ വർക്കാണ്. അപ്പം എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റ് ആണ് സോഷ്യൽ വർക്ക്. അപ്പം ഏതെങ്കിലും ഒരെണ്ണം കയ്യിൽ വേണം ഉള്ളതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊന്ന് ഗ്യാപ്പ് ഇട്ടു. പിന്നെ എന്റെ ജോലിയിലോട്ട് പ്രവേശിച്ചു. ഇനി അത് ട്രൈ ചെയ്യണം. UPSC വീണ്ടും സരസ്വതി ഹാൻഡ് റൈറ്റിംഗ് വളരെ ഭേദമാണെന്ന് പറഞ്ഞു. സന്തോഷം, നല്ല കാര്യം. അതൊരു പ്രധാന ഘടകം. എഴുത്തു പരീക്ഷയാണല്ലോ ഇതിന്റെ. അപ്പം സരസു ആരുടെ ഉപദേശമാണ് ഈ സിവിൽ പ്രിപ്പറേഷൻ സ്വീകരിച്ചത്? ഇല്ല സർ, ഞാൻ ആരുടെ ഉപദേശം എടുത്തില്ല. കാരണം ഞാൻ PG കഴിഞ്ഞിട്ട് എന്തായാലും ഒരു വർഷം ഞാൻ വെറുതെ ഇരിക്കുന്നത് എനിക്കറിയായിരുന്നു. അപ്പം പൊതുവെ ഞാൻ നോളജിൽ ബാക്കില്ല. അപ്പൊ എന്തെങ്കിലും വെറുതെ സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ഒരു എക്സാം പഠിച്ചാൽ മതി എന്നായിരുന്നു എന്റെ മനസ്സിൽ. അന്നേരമാണ് പിന്നെ വിചാരിച്ചെന്നാ പിന്നെ UPSC കുറെ പേര് എന്നോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു, ട്രൈ ചെയ്യാൻ നോക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് എന്നെ കൊണ്ട് പറ്റില്ല, കാരണം അതിന്റെ നല്ല സാമ്പത്തികമായിട്ട് കാര്യങ്ങൾ വേണം. അല്ല, അന്ന് എല്ലാരും നമ്മളോട് പറഞ്ഞിങ്ങനെ അത് നിന്നെ കൊണ്ട് കൂടിയ കൂട്ടത്തിലെന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ അതൊരു വാശിയായി.
ഒന്ന് ശ്രമിച്ച് നോക്കാൻ തോന്നി. കാരണം ഏതൊരു കാര്യം സരസ് പക്ഷേ ആദ്യം ചെയ്യേണ്ടതെന്ന് അറിയോ, അതായത് ഇതൊരു പ്രിലിമിനറി പാസ്സാവുന്ന തന്നെ ഏറ്റവും പാടുപെട്ട പണി. അതെ അതെ. അത് കഴിഞ്ഞാൽ മെയിൻ പരീക്ഷയുണ്ട്, ഇന്റർവ്യൂ ഉണ്ട്. അപ്പോൾ ഈ പ്രിലിമിനറി ഒരുപാട് ആൾക്കാർ അറ്റൻഡ് ചെയ്യും, വളരെ കുറച്ച് ആൾക്കാർ ജയിക്കും. അപ്പോൾ അതിൽ തള്ളിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രിലിമിനറി നന്നായിട്ട് ജയിക്കണം. അതുപോലെ അതിനെടുക്കുന്ന അത് കഴിഞ്ഞാൽ ഈ മെയിൻ പരീക്ഷയ്ക്ക് എടുക്കുന്ന സബ്ജക്ട്സ് ഏതൊക്കെയാണ് അതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്റർവ്യൂ എന്നൊക്കെ ചിലപ്പം താങ്കൾ ഈസി ആയിട്ട് കടന്നു പോകും, ഇത്രയൊക്കെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ നേരിട്ടല്ലേ. അപ്പൊ ഈ പരീക്ഷ താങ്കൾ കടക്കാൻ പറ്റും. താങ്കൾ ഒരു കാര്യം ചെയ്യാം, നമ്മൾ ഈ പരിപാടി സംപ്രേഷണം ചെയ്ത് കഴിയുമ്പോൾ വീട്ടിലിരുന്ന് ഒരു IAS കാരി ഈ പരിപാടിയിൽ ഇപ്പോൾ കാണുന്നുണ്ടാവും. അതായത് ഡോക്ടർ ദിവ്യ അയ്യർ, അറിയാമോ? ഡോക്ടർ ദിവ്യ എസ് അയ്യർ അവരിപ്പോൾ വിഴിഞ്ഞം പ്രോജക്ടിന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. അപ്പോൾ ഡോക്ടർ ദിവ്യ എസ് അയ്യരെ പോയി കാണണം, ഉപദേശം തേടണം. എന്താണ് ഞാനൊരു IAS കാരി ആകണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്നെ സഹായിക്കണം എന്ന് ആവശ്യപ്പെടുക. ഡോക്ടർ ദിവ്യ അയ്യർ ഈ കുട്ടിയെ സഹായിക്കുക. ഓക്കെ, ഞാനിന്ന് ഡോക്ടർ ദിവ്യ അയ്യരുടെ ഫോണിൽ സംസാരിക്കാം, പോയി കാണണം. ഒരു IAS കാരിയായിട്ട് വീണ്ടും ഈ പരിപാടിയിൽ പങ്കെടുക്കണം. തീർച്ചയായിട്ടും പങ്കെടുക്കും. ഓക്കെ.